ഹലോ നമസ്കാരം. നിങ്ങൾക്ക് കൂലിപ്പണി ബാബുവിനെ അറിയാമോ? കൂലിപ്പണി ബാബു, കൂലിപ്പണി ബാബു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. പണ്ട് ഇയാളൊരു ഓട്ടോയൊക്കെ ഓട്ടിച്ച് കള്ള് കച്ചവടം പെണ്ണുപിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരാളാണ്. പിന്നീട് അയാളൊരു പൂജാരിയായി. പൂജാരിയുടെ പേരാണ് മുരാരി ബാബു മുരാരി. അളിയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂജ പരിപാടിയാണ് മറ്റേ യോനി പൂജ. അവസാനം അളി അതിനകത്ത് തന്നെ തൂങ്ങി അകത്ത് പോയിട്ടുണ്ട്. സ്വന്തം കാര്യം പോലും 5 മിനിറ്റിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും പ്രവചിക്കാൻ അറിയാത്ത ഇതുപോലുള്ള കിഴങ്ങന്മാരടുത്താണ്, ഇതുപോലുള്ള മരപ്പാഴ് കിഴങ്ങോളികളടുത്താണ് നിങ്ങളിപ്പോഴും മറ്റേ വിശ്വാസത്തിൻ്റെ പേരിൽ കവടിയറുത്താനും മറ്റേ ബാധ ഒഴിപ്പിക്കാനും പറയൊഴിപ്പിക്കാനൊക്കെ പോകുന്നത്. ഈ കാലം ഇത്രയും മാറിയില്ലടേ. ഇത്രയും പുരോഗമനങ്ങളും ഐഡിയോളജികളും ഇത്രയും എന്താ പറയുക, ലോകം ഇത്രയും മാറിയിട്ടും നിങ്ങൾ ഇപ്പോഴും എന്താ പറയുക, ഒരുവിധപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് മറ്റേ മന്ത്രവാദത്തിൻ്റെ പുറകെയാണൊക്കെ. എന്ത് പേരാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അറിഞ്ഞത്. പക്ഷേ പക്ക ബിസിനസ്സാണ് ഇത്, പക്ക ബിസിനസ്. യുവമാരുടെ അടുത്ത് നിന്ന് കയറി കൊടുത്തിട്ട് അവസാനം അവന്മാർ പീഡിപ്പിച്ചെന്നും അവന്മാർ പറിച്ചെന്നും പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമില്ല. അവസാനം ആളിയാകത്തായി. എന്തായാലും 2025 ഏറെക്കുറെ മന്ത്രിമാരും കൊണ്ടുപോയതാണ്. 2026 തുടക്കം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പോകെ കാണാം. എന്തായാലും വരുന്ന വഴി വെച്ച് കാണാം. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഈ മന്ത്രവാദം കൊണ്ടും കവടിയർത്തൽ കൊണ്ടും ഒരു കാര്യമില്ല. 5 മിനിറ്റിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം പോലും അവർക്ക് സ്വയം രക്ഷയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത്രേ പറയാനുള്ളൂ.